വോട്ട് ചെയ്യാനായി വിദേശത്ത് നിന്ന് എത്തിയ ആളുടെ പേരിൽ മറ്റൊരാൾ വോട്ട് ചെയ്തതായി പരാതി. താമരശ്ശേരി അടിവാരം സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് തന്റെ പേരിൽ കള്ളവോട്ട് നടന്നതായി പരാതിയുമായി രംഗത്തെത്തിയത്. തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാതെ വോട്ട് ചെയ്യാൻ അനുവദിച്ചതാണ് കള്ളവോട്ടിന് കാരണമെന്നും ഇവർ ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതറിഞ്ഞതു മുതൽ ആവേശത്തിലായിരുന്നു മുഹമ്മദ് ഷാഫി. രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യണമെന്ന മോഹത്തോടെയാണ് വിദേശത്തു നിന്ന് ഷാഫി നാട്ടിലെത്തിയത്. അടിവാരം LP സ്കൂളിലെ 9ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് ഷാഫിയുടെ വോട്ട്. ബൂത്തിലെത്തിയ മുഹമ്മദ് ഷാഫി തിരിച്ചറിയൽ കാർഡ് ഉദ്യോഗസ്ഥർക്ക് നൽകിയപ്പോഴാണ് തന്റെ വോട്ട് നേരത്തെ മറ്റൊരാൾ രേഖപ്പെടുത്തിയതായി അറിഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഞാൻ വിദേശത്ത് നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിൽ കയറിയപ്പോൾ എൻ്റെ വോട്ട് മറ്റാരും ചെയ്തു പോയെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റി കാർഡ് ലൈസൻസ് എല്ലാം കൊടുത്ത് അവർ പറഞ്ഞ് അതിനൊരാൾ ചെയ്തു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അവരും മറ്റു ബൂത്തുകളിലെല്ലാം പോയി നോക്കിയപ്പോൾ ഒന്നും നടന്നില്ല. വോട്ട് ചെയ്യാതെ മടങ്ങില്ലെന്ന് ഷാഫി അറിയിച്ചതോടെ കാസ്റ്റിംഗ് വോട്ടിന് അനുമതി നൽകുകയായിരുന്നു അധികൃതർ. സംഭവത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ വരണാധികാരിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തുടർ നടപടിയുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് ഷാഫിയുടെ തീരുമാനം. മാവോയിസ്റ്റ് ഭീഷണിയിലേൽക്കുന്ന ബൂത്തിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ളതിനാൽ ക്യാമറ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. മീഡിയ 1 കോഴിക്കോട്.